എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തമ്പനയിലിൽ കണ്ടതുപോലെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടൈറ്റാനിക് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്, അതിൻ്റെ കട്ടിങ് മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണ്. നമ്മുടെ 3 പീസ് നൈറ്റിയുടെ അത്രയും പണിയില്ല. അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ടൈറ്റാനിക് നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 3 മീറ്റർ നൈറ്റി മെറ്റീരിയൽ ഞാനിവിടെ, ഇതിപ്പം ഇങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ കിട്ടുക, ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്നും കൂടെ ഒന്ന് മടക്കുക, അതായത് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക തുണിയെ. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് തുണി ഇങ്ങനെ മടക്കി, ഞാൻ മടക്കുന്ന പോലെ നോക്കി അതങ്ങ് മടക്കി വയ്ക്കുക. ഇനി നമ്മുടെ മാർക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരുപാട് മാർക്കിങ്ങുകളൊന്നും ഇല്ല കേട്ടോ, നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാനിവിടെ ആദ്യം നമുക്ക് എപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ച് ഷോൾഡർ. ഇതൊരു മീഡിയം സൈസ് 40 ഇഞ്ച് ചെസ്റ്റിൻ്റെ ഒരു നൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ താഴെയും ഒന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ആം ഹോളാണ്. നമുക്ക് ആം ഹോള് ഇവിടെ വേണ്ടത് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ആം ഹോൾ എത്രയാണോ ആ ഒരു ആം ഹോൾ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ മാർക്കിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈറ്റാനിക് നൈറ്റിക്ക് വലിയ ബുദ്ധിമുട്ടും പാടൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം വിചാരിക്കും വലിയ പാടാണ്, പക്ഷേ വലിയ പാടൊന്നുമില്ല. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കി അതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ, ഇപ്പം ഞാനിവിടെ കൊടുക്കുന്ന 6.5 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം 7.5 ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യണം. ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും താഴെയും ഒന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം, അതായത് കഴുത്ത് ഇറക്കം 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ഒരു സ്ക്വയർ പോലത്തെ ഷേപ്പ് നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ അതൊരു ഷേപ്പ് നമ്മൾ കൊടുക്കണം. അതായത് നമ്മുടെ 3 പീസ് നമുക്ക് വേണമല്ലോ. സെൻറ്ററിൽ ഒരു പീസില്ലേ, ആ ഒരു പീസ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുക. അപ്പം അത് നമുക്ക് വേണ്ടത് 4 ഇഞ്ച് ഇറക്കമാണ് അതിന് വേണ്ടത്. ഓക്കെ, അപ്പം ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സൈഡിൽ. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ ഞാൻ വേണ്ട ഈ ഒരു കഴുത്തിനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ടൈറ്റാനിക് നൈറ്റിയുടെയും 3 പീസ് നൈറ്റിക്കൊക്കെ ഈ സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസിൻ്റെ ഷേപ്പ് ഇതാണ്. അപ്പോൾ ആ മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു സൈഡിൽ, ആ ഒരു പോർഷനിൽ നിന്ന് താഴേക്കും നമ്മൾ 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. മനസ്സിലായില്ലേ? വലിയ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ 3 പീസ് നൈറ്റിയുടെ അത്രയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഇതിനകത്തില്ല കേട്ടോ. അതാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ള ഒരു എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ടൈറ്റാനിക് നൈറ്റിക്ക് വേറൊരു പ്രത്യേകതയുള്ളത്, നമുക്ക് ഇത് ഞാൻ പറഞ്ഞിട്ട് ബാലൻസ് പറയാം. നമ്മുടെ ചെസ്റ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് മാർക്ക്, അതായത് ആം ഹോളിൻ്റെ ആ ഒരു ലൈനില്ലേ, അതായത് 10 ഇഞ്ച് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്തിൻ്റെ അവിടുന്ന് വേണ്ട, ഞാൻ ഈ വരയ്ക്കുന്ന പോലെ ഈ ചെസ്റ്റിൻ്റെ അവിടുന്ന് 1.5 ഇഞ്ച് ഗ്യാപ്പ്, അവിടെ 1.5 ഇഞ്ച് ഗ്യാപ്പ്, ഇത് കണ്ടോ ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുന്ന പോലെ, അതായത് ആം ഹോള് നമ്മൾ കൈ കുഴിച്ച് കെട്ടത്തില്ലേ, ആ ഒരു കുഴിവ് കറക്റ്റായിട്ട് ഞാനിങ്ങനെ നമ്മുടെ ആ ഒരു 3 പീസിലേക്ക് ഞാൻ ജോയിൻ്റ് ചെയ്ത് പിടിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ തയ്യൽ തുമ്പും കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഇത്രയും ഇതുപോലെ അങ്ങ് വരയ്ക്കുക. ഇതുപോലെ അങ്ങ് വരച്ചതിന് ശേഷം ഇത്രയും മാത്രമേ നമ്മുടെ ഇത് വരുന്നുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ജോയിൻ്റ്, ആ ഒരു കുഴിവുണ്ടോ, ആ ഒരു സെൻറ്റർ ഭാഗം വരുന്നത്, ഇപ്പം ഞാൻ മാർക്ക് ചെയ്തത് ആ ഒരു സൈഡ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു 2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ഒരു 2 ഇഞ്ച്, ആ ഒരു കുഴിവിൽ നിന്ന് 2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ആ 2 ഇഞ്ച് കൂടെ അപ്പുറത്തെ 3 പീസിൻ്റെ താഴേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു. അതായത് നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ പ്ലീറ്റ് ഇട്ട് പോകാനുള്ളൊരു സൈഡാണ്. എന്നിട്ട് ഞാനിത് ഒരു
6 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തു. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ആം ഹോളിൻ്റെ കറക്റ്റ് സൈഡ് നമുക്ക് വേണം, ആ ഒരു മാർക്കിങ് നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ ആ ജോയിൻറ്റിൻ്റെ അവിടുന്ന് ഇപ്പുറത്തെ ജോയിൻറ്റ് വരെ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതേ ആം ഹോളിൻ്റെ ഷേപ്പ് നമുക്ക് താഴെ കിട്ടണം. അതിന് ഞാൻ ഇവിടെ താഴെ മാർക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേണ്ടേ ഈ ഒരു പീസ് എടുത്ത് നേരെ താഴേക്ക് അങ്ങ് എടുത്ത് വെച്ചു. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിന് കണ്ടോ, ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു സൈഡ്, ആ മാർക്കിംഗ് തൊട്ട് ഇപ്പുറത്തെ മാർക്കിംഗ് വരെ എവിടെയാണ് വരുന്നത് അത് ഞാനിവിടെ കറക്റ്റായിട്ട് ആ തുണി എടുത്ത് വെച്ചു. ഇനി നമ്മൾ അതങ്ങ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡൽ നൈറ്റി നമുക്ക് പെട്ടെന്ന് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. ഇനി നമ്മുടെ 3 പീസിൻ്റെ സെൻറ്ററും കൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണേ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ആ താഴെ ഭാഗത്തുള്ള ബാലൻസും കൂടെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടികളേ ഉള്ളൂ, നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ടുള്ള ഒന്നുമല്ല ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്ലീവും ഷോൾഡറും എല്ലാം ഒന്നിച്ചാണ് നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്നത്, അതായത് ടൈറ്റാനിക് നൈറ്റിൽ. അതാണ് ഈ ടൈറ്റാനിക് നൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ 3 പീസിൻ്റെ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്യോ ബാക്ക് സൈഡ് വേറെയായിട്ട് കട്ട് ചെയ്യോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ സെൻറ്ററിൽ അപ്പുറത്തേക്ക് കിടക്കുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളത്. ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് വെച്ച് നോക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ടാണോ അതിൻ്റെ ആ ഒരു കുഴിവൊക്കെ വരുന്നത് എന്ന് നോക്കി കഴിഞ്ഞിട്ട് കറക്റ്റ് ആണെങ്കിൽ അത് ഓക്കെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് അങ്ങ് കട്ട് ചെയ്തൊന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ നൈറ്റിയുടെ കട്ടിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിതെല്ലാം നന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ഒരു കളർ എന്നുള്ളത് നമുക്ക് വേറൊരു കളറായിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വെച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള സംഭവം, വലിയ പരിപാടികളോ വലിയ സംഭവങ്ങളോ ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മാർക്കിങ് ഞാനിവിടെ 4 സൈഡിലും, അതായത് നമ്മുടെ കൈയുടെ 4 സൈഡിലും ആ ഒരു ആം ഹോൾ ആ 6 ഇഞ്ച് മാർക്ക് ചെയ്തത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ പൈപ്പിംഗ് വെച്ച് അപ്പുറത്തേക്ക് മറിച്ചടിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ വരെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നമുക്കത് മനസ്സിലാവണം. അതിനുവേണ്ടി നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ ആ മാർക്ക് ചെയ്ത 6 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിങ് 4 സൈഡിലേക്കും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഒരു കോൺ പോലെയുള്ള നമ്മളൊരു വള്ളി വെക്കാറുണ്ടല്ലോ നമ്മുടെ 3 പീസ് നൈറ്റിക്കൊക്കെ. അപ്പോൾ ഈ ടൈറ്റാനിക് നൈറ്റിയിൽ അങ്ങനെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ബാലൻസ് തുണികളൊന്നും അധികം കാണത്തില്ല. അപ്പോൾ നമ്മൾ ഉള്ള ആ ഒരു പീസ് നെക്ക് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് കിട്ടിയ ആ ഒരു പീസ് നമ്മൾ കുറച്ച് നീളത്തിലിങ്ങനെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 സ്ക്വയർ പീസും കൂടിയാണ് വേണ്ടത്, നമ്മുടെ ആ ഒരു കോൺ പോലത്തെ ഷേപ്പിൽ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാലൻസ് ഉള്ള ഒരു തുണിക്കകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വീതിയിൽ, ഏകദേശം ഇത്രയും വീതിയിൽ 2 തുണി നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.